സുസ്ഥിര കൃഷിയുടെ അടിസ്ഥാനമായ ഗുണമേന്മയും അത്യുൽപാദന ശേഷിയുള്ളതുമായ വിത്തുകൾക്കും തൈകൾക്കും എന്നും ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും നഴ്സറികളുടെ വികസനത്തിനുള്ള പദ്ധതികൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നത്. കോഴിക്കോട് ജില്ലയിൽ 2012-13 കാലയളവിൽ വെള്ളൂനൂർ പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായി ക്ലസ്റ്ററിൻ്റെ റിവോൾവിംഗ് ഫണ്ടിൻ്റെ സഹായത്തോടുകൂടി തുടങ്ങിയ കോഴിക്കോട് ചാത്തമംഗലം ചന്ദ്രൻ്റെ വെള്ളൂനൂർ നഴ്സറി ഈ ദിശയിൽ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. 2018 പ്രളയത്തിൽ മുങ്ങി നശിച്ചുപോയ ഈ നഴ്സറി ചന്ദ്രൻ്റെ ആത്മധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കരുത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ തണലിൽ ഇന്ന് കുന്നമംഗലം ബ്ലോക്ക് ഫെഡറേറ്റഡ് നഴ്സറിയായി കരുത്തോടെ മുന്നേറുകയാണ്. ഇന്ന് ജില്ലയിൽ മികച്ച ഇനം നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന പ്രധാന നഴ്സറികളിലൊന്നാണ് വെള്ളൂനൂർ നഴ്സറി. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി നഴ്സറിക്കും മഴമറയ്ക്കുമുള്ള സഹായവും ലഭിച്ചിട്ടുണ്ട്. ഞാൻ 15 വർഷമായി ഈ നഴ്സറി നടത്തി വരുന്നത്. അതിൽ 1918-19 പ്രളയത്തിൽ നിശേഷം നശിച്ചുപോയി. പിന്നീട് വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി ഈ കാർഷിക വൃത്തിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനും കാർഷിക വൃത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഇത് നടത്തിക്കൊണ്ടുവരുന്നത്. അത് കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ സഹായങ്ങളും മറ്റുള്ള സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കുന്നമംഗലം BLFൻ്റെ കീഴിൽ ഒരു നഴ്സറി കിട്ടിയാണ് എൻ്റെ തുടക്കം. ആ നഴ്സറി ഫുള്ളായിട്ട് സബ്സിഡിയിൽ കിട്ടി കഴിഞ്ഞ് അത് ഇന്നേ വരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ പച്ചക്കറി തൈകൾ ഒരു 20 ലക്ഷത്തോളം പച്ചക്കറി തൈകൾ ഒരു വർഷം ഞാൻ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ പിന്നോട്ടടിക്കുന്ന ഈ കാർഷിക മേഖലയെ മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ദൗത്യമായിട്ടാണ് ഞാൻ ഇത് നടത്തുന്നത്. ഇവിടെ ഏകദേശം 20 തൊഴിലാളികളുണ്ട്. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം എൻ്റെ കുടുംബത്തിൻ്റെ മൊത്തമായ എല്ലാവരുടെയും പ്രവർത്തനവും ആണ് ഇതിൻ്റെ വിജയം. ഇത് ഏറ്റവും നല്ല രൂപത്തിൽ നിന്ന് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ഇത് ഹോൾസെയിലായിട്ടും ചില്ലറയായിട്ടും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ നഴ്സറികൾക്കുള്ള മൊത്തമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ്, പിന്നെ അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ വരുന്ന എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വളരെ വിജയപ്രദമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഓരോ വീടുകളിലും നമ്മളെ ഈ മട്ടുപ്പാവ് കൃഷിക്ക് വേണ്ടുന്ന പച്ചക്കറി തൈകൾ അത്യധികം ഉൽപ്പാദനം ശേഷിയുള്ളതും വളരെ നല്ലതുമായ തൈകൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇന്നേ വരെ നല്ല അഭിപ്രായത്തിലായിരുന്നു എല്ലാവരും വന്ന്. 1 വർഷം 2 വർഷമൊക്കെ ഞങ്ങൾ ഇപ്പോഴും പറിക്കുന്നുണ്ട് പച്ചക്കറി തൈകൾ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞ് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഇന്ന് വരെ ഞാൻ ഈ പ്രവൃത്തി ചെയ്തിട്ട് കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടിയിട്ടാണ് ഇന്നും ഇത് പ്രവർത്തിക്കുന്നത്. ഈ പ്രായാധിക്യം വന്നിട്ടും എനിക്ക് ഊർജ്ജസ്വലതയും ഇതും കിട്ടുന്ന ഇവിടുത്തെ കർഷകരുടെയും അതുപോലെ തന്നെ നമ്മളെ തൊഴിലാളികളും നമ്മളെ കുടുംബത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും പിന്നെ സത്യസന്ധമായ അവരുടെ പ്രവൃത്തി കൊണ്ടുമാണ് ഇത് വിജയിച്ച് കൊണ്ടുപോകുന്നത്. ഇത് ഏറ്റവും നല്ല വിജയപ്രദമായിട്ട് പോകുന്നുണ്ട്. ഏകദേശം ഇന്നിപ്പോൾ 1 ലക്ഷം തൈകളോ ഒരു റെസിഡൻസിന് ഇറക്കി കൊടുത്ത് വന്നാണ് ഞാൻ. അങ്ങനെ പല സന്നദ്ധ സംഘടനകൾക്കും ഇവിടുന്ന് പച്ചക്കറി തൈകൾ കോഴിക്കോട് ജില്ലയല്ല മൊത്തത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിൽ വിട്ടിട്ടുള്ള പല രാഷ്ട്രങ്ങളിലും വരുന്ന പച്ചക്കറി തൈകളും വിത്തുകളും കൊണ്ടുപോയിട്ട് ഉൽപ്പാദിപ്പിച്ച് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സംതൃപ്തി മനസമാധാനം തരുന്ന ഒരു പ്രവൃത്തി ആ മേഖലയായിട്ടാണ് ഇത് എനിക്ക് പ്രവർത്തിച്ച് പോകാൻ കഴിയും. അതിൽ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. കൂടാതെ എനിക്ക് 1918-19 വർഷത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം വന്നൊരു നഴ്സറി ആയിട്ടാണ് ഇതുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി എനിക്ക് കൃഷി വകുപ്പിൽ നിന്നും മറ്റാനുകൂല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു സ്മോൾ നഴ്സറി തരാമെന്ന്
DD അസിസ്റ്റന്റ് ഡയറക്ടറും പറയുകയും ആ നഴ്സറി SHMൻ്റെ കീഴിൽ 15 ലക്ഷം മുടക്കി അതിൻ്റെ 15 ലക്ഷത്തിലേറെ ലക്ഷം സബ്സിഡിയായിട്ട് കിട്ടിയ ഒരു നഴ്സറിയാണ്. ആ നഴ്സറിയാണ് ഇപ്പം ഇവിടെ പ്രവർത്തിക്കുക SHMൻ്റെ കീഴിൽ. അതിനോടനുബന്ധിച്ച് SHMൻ്റെ എല്ലാ ആളുകളും അതുപോലെ DD തുടങ്ങി മറ്റുള്ള സ്റ്റാഫുകൾ, ശബാന, അതുപോലെ മറ്റുള്ള DDകളും പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ, കൃഷി വകുപ്പിലെ കൃഷി ഓഫീസർമാർ, എല്ലാവരുടെ സഹായം, കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിലുള്ള എല്ലാ കൃഷി വകുപ്പിലെ ആളുകളുടെ എല്ലാവിധ സഹായങ്ങളും ഈ നഴ്സറിക്കുണ്ട്. പ്രളയത്തിൽ മുങ്ങിയ നഴ്സറി പിന്നീട് പുനർജനിച്ചത് കുന്നിൻ മുകളിലാണ്. കാടുപിടിച്ച് തരിശായി കിടന്നിരുന്ന 6 ഏക്കർ സ്ഥലത്താണ് ഇന്ന് നഴ്സറി പ്രവർത്തിക്കുന്നത്. ശീതകാല പച്ചക്കറി തൈകൾ ഉൾപ്പെടെ എല്ലാ പച്ചക്കറി തൈകളും, അത്യുൽപാദന ശേഷിയുള്ള മാവ്, പ്ലാവ്, റംബുട്ടാൻ, പുലാസാൻ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഇനങ്ങളിലെ ഫലവൃക്ഷ തൈകളും സുഗന്ധവ്യഞ്ജന വിത്തുകളും അലങ്കാര ചെടികളുമൊക്കെ മൊത്തമായും ചില്ലറയായും ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും. വെള്ളന്നൂർ നഴ്സറി വെള്ളന്നൂർ എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് ചെറിയ തോതിൽ തുടങ്ങിയ നഴ്സറി ഇന്ന് വലിയൊരു വിപുലമായ നഴ്സറിയായി മാറിയിരിക്കുകയാണ്. എ ഗ്രേഡ് ക്ലസ്റ്ററിൽ തുടങ്ങിയ നഴ്സറി പിന്നീട് 2019 പ്രളയത്തിൽ പൂർണ്ണമായും നശിച്ചുപോവുകയും അതിനുശേഷം വീണ്ടും SHM പദ്ധതിയിലും മഴമറയും നഴ്സറിയും ലഭിച്ച് വീണ്ടും ചെറിയ തോതിൽ തുടങ്ങി ഇപ്പം വലിയൊരു നഴ്സറിയായി മാറിയിട്ടുണ്ട്. വെള്ളന്നൂർ നഴ്സറി വിൽപ്പന മാത്രമല്ല, കർഷകർക്ക് സേവനങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം 4 ലക്ഷം തൈകൾ സൗജന്യമായി ഈ പഞ്ചായത്തിൽ കർഷകർക്ക് നേരിട്ട് നഴ്സറി വിതരണം ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ മഴമറ, നഴ്സറിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ പച്ചക്കറി തൈകൾ, പോഷകത്തോട്ടത്തിന് ആവശ്യമായ തൈകളും നടീൽ വസ്തുക്കളും എല്ലാം തന്നെ വെള്ളന്നൂർ നഴ്സറി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ തൈകൾ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വിപണനം നടത്തുന്ന ഇത് പഞ്ചായത്തിലെ അംഗീകാരം ലഭിച്ച ഏക നഴ്സറിയാണ് വെള്ളന്നൂർ നഴ്സറി. തൈകൾ മാത്രമല്ല, തൈകൾ പരിപാലിക്കുന്നതിനാവശ്യമായ ഉൽപ്പാദന ഉപാധികളെല്ലാം ഇവിടെ ലഭ്യമാണ്. ചെടികൾ നടുന്നതിനുള്ള വിവിധ വലിപ്പത്തിലുള്ള ചട്ടികൾ, ചകിരിച്ചോർ, ഉണക്കിപ്പൊടിച്ച ചാണകം തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭിക്കും. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് തൈകൾ വിൽക്കുന്ന സ്ഥാപനമായി വെള്ളൂനൂർ നഴ്സറി വളർന്നിരിക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾക്കാവശ്യമായ പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, ഔഷധ ചെടികൾ, കുരുമുളക് തൈകൾ, ദീർഘകാല പച്ചക്കറികൾ, പോഷകത്തോട്ടങ്ങൾക്കാവശ്യമായ തൈകൾ എല്ലാം ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നുണ്ട്. ആരോഗ്യമുള്ള തൈകൾ ലഭിക്കണമെങ്കിൽ ആദ്യം വിത്ത് ശരിയായ രീതിയിൽ മുളപ്പിച്ചെടുക്കണം. അതിനായി കൃത്യമായ അനുപാതത്തിൽ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം പ്രോട്രേകളിൽ നിറയ്ക്കുകയാണ് ഇവിടെ. ഗുണമേന്മയുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് ഇവിടെ കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രോട്രേകൾ ഉപയോഗിക്കുന്നതിലൂടെ വിത്തുകൾ നഷ്ടപ്പെടാതെ ഓരോ വിത്തുകളും മികച്ച രീതിയിൽ മുളപ്പിച്ചെടുക്കാൻ കഴിയുന്നു. വിത്തുകൾ പാകിയ പ്രോട്രേകൾ മഴമറയിലാണ് സൂക്ഷിക്കുന്നത്. കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ജലസേചനവും പോഷകങ്ങളും നൽകി തൈകൾ ആരോഗ്യത്തോടെ പരിപാലിക്കുന്നു. ഫലവൃക്ഷങ്ങളിൽ വേഗം കായ്ക്കുന്നതും കൂടുതൽ കായ്ഫലം നൽകുന്നതുമായ മാവുകളുടെയും പ്ലാവുകളുടെയും ഇനങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വീടുകളുടെ അകത്തളങ്ങൾ അലങ്കരിക്കുന്ന അലങ്കാര ചെടികളും വീട്ടുമുറ്റം വർണ്ണാഭമാക്കുന്ന പൂച്ചെടികളുമാണ് വീട്ടമ്മമാർക്ക് ഏറെ പ്രിയം. പ്രളയത്തെ പോലും തോൽപ്പിച്ച ചന്ദ്രൻ എല്ലാ കർഷകർക്കും ഉത്തമമായ ഒരു മാതൃകയാണ്. പ്രകൃതിക്ഷോഭവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കൃഷിയിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും മനോധൈര്യത്തോടെ തരണം ചെയ്ത് കൃഷിയിൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ് വെള്ളൂനൂർ നഴ്സറിയിലൂടെ ചന്ദ്രൻ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം. ചന്ദ്രൻ. ഫോൺ നമ്പർ
99614600 6030.